ഹായ് വെൽക്കം ടു ബ്രേക്ക് പോയിന്റ്. സോ ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയതും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് നേരെ താഴേക്ക് വന്നിട്ട് പിന്നെ ഒരു സൈഡ് വേസ് മാർക്കറ്റായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നിഫ്റ്റി വലിയ കാര്യമായിട്ട് നമുക്ക് ഒരു പെർഫോമൻസ് ഇല്ലാത്ത സമയത്തും ഒരു സൈഡ് വേസ് മാർക്കറ്റിലും ബ്രേക്ക് പോയിന്റ് എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നും അത് സ്വിംഗ് ട്രേഡിൽ നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടിയതെന്നും നമുക്ക് നോക്കാം. സോ ഇതാണ് ബ്രേക്ക് പോയിന്റിൻ്റെ സ്വിംഗ് സ്കാനർ. സോ ഇന്ന് നമുക്ക് 27 സിഗ്നൽസാണ് നമുക്ക് ഇത് കിട്ടിയത്. ഇതിൽ നമ്മൾ ഇപ്പോൾ കണ്ടറിയാം, നമുക്കിപ്പോൾ രണ്ട് രീതിയിലുള്ള റിസൾട്ട്സാണ് വരുന്നത്. ഒന്ന് ST സ്പോട്സ് എന്ന് പറയുന്നതും ബുൾ മോം എന്ന് പറയുന്നതും രണ്ട് ടൈപ്പ് സ്കാൻ റിസൾട്ട്സാണ്. ഇത് നമ്മൾ ഇതിൽ നമ്മൾ ഹൈ കൺവിക്ഷൻസ് ഉള്ള സിമ്പിൾസാണ് വരുന്നതെങ്കിൽ അത് ഓൾറെഡി ഒരു ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ഇപ്പോൾ ബുൾ മോമിൻ്റെ ആണ് വരുന്നതെങ്കിൽ അതൊരു പിങ്ക് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാകും, ഒരു ഹൈ കൺവിക്ഷൻ സ്റ്റോക്സ് ആണെങ്കിൽ. അതുപോലെ തന്നെ ST സ്പോട്സ് ആണെങ്കിൽ ഒരു ഗ്രീൻ കളറിലായിരിക്കും അത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതുപോലെ. അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് കിട്ടിയ എന്തൊക്കെയാണ് അതിൻ്റെ റിസൾട്ട് നോക്കിയാൽ നമുക്കിന്ന് ഒരുപാട് ബെസ്റ്റ് പെർഫോമൻസ് ഉണ്ട് നമുക്ക്. അതായത് ഇപ്പോൾ ഈ കാണുന്ന ഇതെല്ലാം ഇപ്പോൾ ഡാറ്റ പാറ്റേൺസ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, GRSE, മാസ്റ്റോക്ക്, ഇതൊക്കെ ബെസ്റ്റ് പെർഫോംഡ് ആണ് ഇതൊക്കെ ഇന്ന്. അതുപോലെ തന്നെ ഈ ഹൈലൈറ്റ് ചെയ്യുന്നത് പോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ് ഹിസ്റ്ററി ഫീച്ചർ. ഹിസ്റ്ററി ഫീച്ചറിൽ നമ്മളിപ്പോൾ പ്രീവിയസ് ഡേയ്സിൽ നമുക്ക് ഈ റിസൾട്ട് വന്ന സ്റ്റോക്സ് ആണെങ്കിൽ ഈ ഹിസ്റ്ററിയിൽ കാണിക്കും എന്നാണ് ലാസ്റ്റ് ടൈം വന്നതെന്ന്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൺവിക്ഷൻ കൂടുതലാണ് നമുക്ക്. അതായത് നമുക്ക് ഇത് പ്രീവിയസ് ഡേയിലും ഈ സെയിം സ്കാനറിൽ ഈ സെയിം റിസൾട്ട് വന്നെങ്കിൽ ഈ നെക്സ്റ്റ് ഡേയ്സിലും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതും കൂടി നോക്കുക, ഈ പ്രീവിയസ് ഡേയ്സിൽ വന്നിട്ടുണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ അത് വരും ദിവസങ്ങളിൽ എന്തായാലും ഒരു അപ്പ് മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് ഹൈ ആണ് അതിന്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയാൽ നമുക്കിന്ന് ഓവറോൾ നമുക്കിന്ന് നോക്കുമ്പോൾ ബെസ്റ്റ് പെർഫോമൻസ് ആണ് കൂടുതൽ കാണുന്നത്. ഇപ്പോൾ ഡാറ്റ പാറ്റേൺസ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, GRSE, മാസ്റ്റോക്ക് ഇവയെല്ലാം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4% മേളിൽ തന്നു നമുക്ക്. ഇത് ഈവൻ ഇൻട്രാഡേയിൽ നോക്കിയാൽ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ബെസ്റ്റ് പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട് ഇത് സംഭവം. നമ്മുടെ എൻട്രി LTP 2361 ആണ്. ഓൾമോസ്റ്റ് ഒരു 16% ആണ് നമുക്ക് നമ്മുടെ ഇതിൽ വന്നേക്കുന്നത് കേട്ടോ. നമുക്ക് 16% മൂവ് വന്നിട്ടുണ്ട് ഒരു ഇൻട്രാഡേ. വളരെ നല്ല മൂവ്മെൻ്റ് ആണത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നോക്കുകയാണെങ്കിൽ 1538, അതും ഓൾമോസ്റ്റ് ഒരു 8.5% നമുക്ക് റിട്ടേൺസ് ഉണ്ട് ഇൻട്രാഡേ തന്നെ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് കിട്ടിയ സ്വിംഗ് ട്രേഡിൽ കിട്ടിയ പ്രോഫിറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് പോയിന്റ് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ബ്രേക്ക് പോയിൻറ്റിൻ്റെ ഈ ഒരു ലിങ്കിൽ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് പോയിൻ്റ് സൈറ്റ് കിട്ടുന്നതാണ്. അതിൽ പോയിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം യൂസർ ആണെങ്കിൽ സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും നമുക്ക്. അതിനുശേഷം ലോഗിൻ ചെയ്ത് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ഡാഷ്ബോർഡിലേക്ക് വരാവുന്നതാണ്. ഡാഷ്ബോർഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഒരു ട്രയൽ ഓപ്ഷനിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ETF എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജി നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ETF നമ്മൾ ഞാൻ വരും വീഡിയോസിൽ ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പക്ഷേ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. ETF ഒരു ഫ്രീ ഫീച്ചറാണ്. ഇവിടെ ഓൾറെഡി ഞാനിതിൻ്റെ ട്യൂട്ടോറിയലും കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയാണിത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ കൊടുത്തിട്ടുണ്ട്, ഞാൻ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ETF ഡാഷ്ബോർഡ് വെച്ചാൽ ബാക്കിയെല്ലാം പ്രീമിയം ഫീച്ചേഴ്സാണ്. ഇത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസാണ് നമ്മളിപ്പോൾ പ്ലാനുള്ളത്. സബ്സ്ക്രിപ്ഷൻ പേജ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാം, നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇവിടെ നിന്ന്. വൺസ് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പേജിലേക്ക് പോയിട്ട് ഈ പറയുന്ന ഫുൾ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ്.